അയ്യോ, ഇത് എന്തൊരു നല്ല പാർക്കാണല്ലേ. ഏതായാലും ഇപ്പോഴത്തെ കാലത്തൊന്നും ഇത്ര നല്ല പാർക്കൊക്കെ നമ്മൾ വന്നിട്ടില്ല അല്ലേ ദേവുട്ടി? ആ അതെ അതെ ശരിയാ, നീ പറഞ്ഞത് ശരിയാ. ഇപ്പോഴത്തൊന്നും നമ്മൾ ഇത്ര നല്ല പാർക്കൊക്കെ വന്നിട്ടില്ല. ദേ നോക്കടി കുഞ്ഞാമിന, നമ്മളെ പോലത്തെ കുറെ കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്. ദേ നോക്കിയേ, അവർക്കൊക്കെ നീന്താൻ നല്ലോണം അറിയാം. ആര് പറഞ്ഞടി? നീ നിന്റെ പുറകിലേക്കൊന്ന് നോക്കിയേ. ആ പുറകിൽ നിൽക്കുന്ന കുട്ടിക്ക് നീന്താനൊന്നും അറിയില്ല. അവന് സ്വിമ്മിംഗ് ട്യൂബിലാണ് നിൽക്കുന്നേ. നോക്കിയേ. ആ അത് ശരി, ഇതാണല്ലേ പരിപാടി. ആ അപ്പൊ ഇതുണ്ടെങ്കിൽ നമുക്കൊക്കെ ഇറങ്ങാലേ. അല്ലെങ്കിൽ തന്നെ എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് നല്ലോണം നീന്താൻ അറിയാം. മീനുട്ടിക്കാ അറിയാത്തത്. അവൾക്ക് ഏതായാലും പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. ആ അത് സാരല്ല, അവൾക്ക് നമുക്ക് പഠിപ്പിച്ചെടുക്കാം. അയ്യോ ദേ നോക്കിയേ, ദേ അവളാ അലീനയുടെ അടുത്താ നിൽക്കണേ. നമുക്ക് അവളോട് അവിടുന്ന് മാറി നിൽക്കാൻ പറഞ്ഞാലോ? ആ അലീനയെ തീരെ വിശ്വസിക്കാൻ പറ്റില്ല. അവൾ ഓർക്കാപ്പുറത്ത് പണി ഒപ്പിക്കും. അല്ലെങ്കിലേ വയറിളക്കം വന്നാൽ ദേശത്തിലായിരിക്കും. എല്ലാം കൂടി മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ടാവും. എപ്പോഴാണ് തിരിച്ചടിക്കാന്ന് പറയാൻ കഴിയില്ല. ആ അത് ശരിയാ, ഞാൻ മിനുട്ടിയെ ഇങ്ങോട്ട് വിളിക്കട്ടെ. മിനുട്ടി, ദേ ഇങ്ങോട്ട് വാ. നീ എന്താ അവിടെ നിൽക്കുന്നേ? ആ ചേച്ചി, എന്ത് പ്രശ്നം? അല്ലടി പ്രശ്നമൊന്നുമില്ല, നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞുള്ളൂ. എന്താ ചേച്ചി ഇവിടെ നിന്നാലേ? ഇവിടെ നല്ല വ്യൂ ആണ്. ചേച്ചി ഇങ്ങോട്ട് വാ. നീ ഇങ്ങോട്ട് വാ മിനുട്ടി, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ചേച്ചി, എന്താ കാര്യം? ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. എടി മിനുട്ടി, നിന്റെ ആ നിൽപ്പ് കണ്ടിട്ട് എനിക്ക് ഒട്ടും സേഫ്റ്റി തോന്നുന്നില്ല. അതാ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. അത് എന്ത് പറ്റി ചേച്ചി? എന്താ, എനിക്കിവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. അല്ല മോളെ, നിന്റെ ബാക്കിൽ ഇതാ ആ അരിയെ കണ്ണു തുറപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തോ പ്ലാൻ ഇട്ട പോലെ തോന്നുന്നു. ഓ ആണോ? ഏയ് എനിക്കൊന്നും തോന്നുന്നില്ല. അല്ലടി മിന്നുട്ടി, ഞാൻ ദേവുട്ടിയോട് പറയാ, അവൾക്ക് ഉള്ളിൽ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോന്നാവോ. എനിക്കെന്തോ അവളുടെ നിപ്പ് കണ്ടിട്ട് വലിയ സുഖം തോന്നില്ല. നീയാണെങ്കിലോ അവളുടെ മുന്നിലും. അതാ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. ഏയ് അതൊന്നും കുഴപ്പമില്ല കുഞ്ഞാമിന, അവൾ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ അവൾക്ക് നമ്മൾ നല്ലൊരു പണി കൊടുത്തതല്ലേ. അവൾ ഇപ്പോഴും ആ ക്ഷീണത്തിലാ. ഹാ ശരിയാ, അത് ശരിയാ. എന്നാലും നീ നല്ലോണം സൂക്ഷിക്കണം, കാരണം നിനക്ക് നീന്തലറിയില്ല. ആ അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ സൂക്ഷിച്ചോളാം. മാത്രല്ല അവിടെ അപ്പൂസ് ഉണ്ടല്ലോ, അവൻ എന്നെ നോക്കിക്കോളും. ഞാൻ അങ്ങോട്ടേക്ക് പോവാണേ, എനിക്ക് അവളെ നല്ലോണം ഇഷ്ടപ്പെട്ടു. നിങ്ങൾ വാ, ഞാൻ അങ്ങോട്ടേക്ക് പോവാണേ. ആ നീ പോയിക്കോ, ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. മിന്നുട്ടി, എന്താ അവർ പറഞ്ഞേ? എന്താ പ്രശ്നം? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലടാ അപ്പൂസേ, കുഴപ്പമൊന്നുമില്ല. ചേച്ചി വെറുതെ വിളിച്ചതാ. എന്തായിരിക്കും അവൾ ഇവളോട് പറഞ്ഞിട്ടുണ്ടാവുക? വെറുതെ കാരണമല്ലാതെ അവൾ വിളിക്കില്ലല്ലോ. എന്തായിരിക്കും അത്? അല്ല മിന്നുട്ടി, നിനക്ക് നീന്തൊന്നും വേണ്ടേ? ആ എനിക്ക് നീന്താനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് നീന്തലറിയില്ല. അതാ ഞാനിങ്ങനെ പേടിച്ച് നിൽക്കുന്നേ. അയ്യടാ അപ്പൂസേ, നിനക്കും അറിയില്ലേ നീന്താൻ? എനിക്കറിയാം, എനിക്ക് നല്ലവണ്ണം നീന്താൻ അറിയാം. ഓഹോ, നീന്താൻ അറിയാലേ. എങ്കിൽ നിനക്ക് നീന്തിക്കൂടെ? നീ എന്താ പേടിച്ച് നിൽക്കുന്നേ? എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ എല്ലാരും ഇറങ്ങട്ടെ എന്ന് കരുതി നിന്നതാ. ആ എങ്കിൽ നീ ഇറങ്ങ്, ആദ്യം നീ ഒന്ന് നീന്തി കാണിക്ക്, എന്നിട്ട് ഞങ്ങൾ ഇറങ്ങാം. അതേടാ പൂസേ, എങ്കിൽ നീ ഇറങ്ങിക്കോ. ആ ഞാനൊക്കെ ഇറങ്ങിക്കോളാം, പക്ഷെ മിന്നുട്ടി നീ സ്വിമ്മിംഗ് ട്യൂബ് ഇല്ലാതെ ഇറങ്ങിയതേ. ഇല്ല, ഞാൻ സ്വിമ്മിംഗ് ട്യൂബ് ഇല്ലാതെ ഇറങ്ങില്ല. ആ ഓക്കെ, എങ്കിൽ ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ. ഹായ്, നല്ല രസമുണ്ടല്ലോ വെള്ളത്തിൽ കളിക്കാൻ. ദേ കുഞ്ഞാമിന നോക്കിയടി, അപ്പൂസ് ഇറങ്ങി. ആ ഞാൻ കണ്ടു. അപ്പൂസേ എടാ സൂക്ഷിക്കണേ. ഹായ് എടി, കുഴപ്പമില്ലടി, നിങ്ങൾ ഇറങ്ങ്, നല്ല രസമുണ്ട് വെള്ളത്തിൽ കളിക്കാൻ. എനിക്ക് നീന്താൻ അറിയാലോ, പിന്നെ എനിക്ക് പേടിയൊന്നുമില്ല. ദേടി ദേവുട്ടി നോക്കിയേ, ഇതാ അപ്പൂസ് നല്ലവണ്ണം നീന്തുന്നുണ്ട്. ആ അതെ അതെ, അവൻ എൻജോയ് ചെയ്യട്ടെ. ദേവുട്ടി, കുഞ്ഞാമിന, നിങ്ങൾ എന്താ അവിടെ നിൽക്കുന്നേ? നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങാമേ. ആടാ ഞങ്ങൾ വരാം. അല്ല നിങ്ങൾ വരാന്ന് പറഞ്ഞിട്ടാണല്ലാതെ നിങ്ങൾ രണ്ടാളെന്താ വെള്ളത്തിൽ ഇറങ്ങാത്തത്? ഇറങ്ങാൻ നിൽക്കുന്നേരുന്നടാ, ഞങ്ങൾ നിന്റെ കളി കണ്ട് ചിരിക്കായിരുന്നു. നല്ല രസമുണ്ട് വെള്ളത്തിൽ കളിക്കാൻ, നീന്താനും നല്ല രസമുണ്ട്. നിനക്ക് നീന്തൽ അറിയില്ലേ, പിന്നെന്തിനാ നീ പേടിക്കുന്നേ? നീയും വാ. കുഞ്ഞാമിന നീ ഇറങ്ങിക്കോടി. മിന്നുട്ടിക്ക് നീന്താൻ അറിയില്ലല്ലോ, അതാ ഞാൻ കളിക്കാൻ ഇറങ്ങാത്തെ. മിന്നുട്ടിക്ക് നമുക്ക് ഇറക്കാന്നേ, നിങ്ങൾ വാ. ആ ഞാൻ വരാം, നിങ്ങൾ ഇറങ്ങിക്കോ. ആ അടിപൊളി, ഇത് തന്നെയാ പറ്റിയ സമയം. ഇവിടെ ആരുമില്ല, അവരൊക്കെ അവിടേക്ക് പോയിരിക്ക. ഞാൻ ശരിയാക്കി തരാടി. അയ്യോ എന്റെ അമ്മേ, എന്നെ തള്ളിട്ടേ. അയ്യോ ചേച്ചി രക്ഷിക്കണേ. അയ്യോ എന്തൊരു ശബ്ദം. അയ്യോ മിന്നുട്ടി. അയ്യോ ദേവുട്ടി, ദേ അവൾ പണി ഒപ്പിച്ചു. അയ്യോ എന്റെ മിന്നുട്ടി. അയ്യോ ചേച്ചി എന്നെ രക്ഷിക്കണേ ചേച്ചി, ഞാൻ ഇത് മുങ്ങുന്നേ. അയ്യോ എടാ അപ്പൂസേ, ദേ നീ അവളെ ചെന്ന് രക്ഷിക്ക്. അയ്യോ മിന്നുട്ടി, നിനക്കിത് എന്താടി പറ്റിയേ? എടാ അപ്പൂസേ, നീ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ ചത്തുപോയേനെടാ. അയ്യോ മിന്നുട്ടി, നിനക്ക് എന്തെങ്കിലും പറ്റിയോടി? ഇല്ല, എനിക്കിപ്പോ ഒന്നും പറ്റിയില്ല. നീ എന്നെ കറക്റ്റ് സമയത്ത് രക്ഷിച്ചില്ലേ? ദേ ഇവളാ എന്നെ തള്ളിട്ടെ. എടി ഭയങ്കരി, നീ ഇവളെ തള്ളിയിട്ടല്ലേ? നിനക്ക് ഇത്ര കണ്ണിച്ചോയല്ലാതായി പോയല്ലോടി. അത് ഞാൻ അറിയാതെ ഞാൻ അവളോടൊന്ന് നീങ്ങി നിൽക്കാൻ പറഞ്ഞതാ. അപ്പോഴേക്കും അവൾ ആ വെള്ളത്തിലേക്ക് എത്തി. ഇനി നീ നുണയെന്ന് പറയണ്ട, നീ പറഞ്ഞത് കള്ളമാണ്, പച്ചക്കള്ളം. നീ മനഃപൂർവ്വം തന്നെയാണ് തള്ളിയിട്ടത്. ചേച്ചി ഇതേ ഇവൾ എന്നെ തള്ളിയിട്ടു. ഇവൾ മനഃപൂർവ്വം തള്ളിയിട്ടതാ, എന്നെ ഈ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ വേണ്ടി. സാരല്ല മോളെ, നീ വിഷമിക്കണ്ട, അവൾക്കില്ലേ ഞാൻ കൊടുത്തോളാം. എടി നിനക്ക് ഇനി മതിയായില്ലേ? നീ എന്തിനാ എന്റെ അനിയത്തെ തള്ളിയിട്ടത്? ഞാൻ പറഞ്ഞില്ലേ അതെനിക്ക് അറിയാതെ സംഭവിച്ചാണെന്ന്. പിന്നെ എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? നിനക്ക് അറിയാതെ സംഭവിച്ചൊന്നല്ല, നീ മനഃപൂർവ്വം ചെയ്തത് തന്നെയാ. നിന്റെ ഇവിടെയുള്ള നിപ്പ് കണ്ടപ്പോഴേ കുഞ്ഞാമ്മ എന്നോട് പറഞ്ഞതാ അവൾ എന്തോ പണി ഒപ്പിക്കാൻ നിൽക്കുകയാണെന്ന്. ഞാനത് കാര്യാക്കിയില്ല.
ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്? പാവം എന്റെ മിന്നുമോള്, അവൾക്ക് നീന്താൻ പോലും അറിയില്ല. അവൾക്ക് നീന്താൻ അറിയില്ലെന്ന് നിനക്കറിയില്ലേ? നീ മനഃപൂർവ്വം തന്നെ അവൾ തള്ളിയിട്ടത്. അവൾ നിന്നോടൊക്കെ പറഞ്ഞതല്ലേ അവൾക്ക് നീന്താൻ അറിയില്ല, അവൾക്ക് നീന്താൻ അറിയില്ല എന്ന്. അതൊക്കെ കേട്ടിട്ട് നീ പ്ലാൻ ഉണ്ടാക്കിയായിരുന്നല്ലേ? നിങ്ങളോട് ഞാൻ 1000 വട്ടം പറഞ്ഞതല്ലേ ഞാൻ തള്ളിയിട്ടല്ല, എന്റെ കൈ തട്ടി വീണതാണെന്ന്. എന്നിട്ടെന്താ നിങ്ങൾ വിശ്വസിക്കാത്തെ? നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഓഹോ, നിനക്ക് ഇത്ര അഹങ്കാരോ? അങ്ങനെയാണെങ്കിൽ നീയും കിടക്ക് കുറച്ചു നേരം വെള്ളത്തില്. അപ്പോഴേ നിനക്ക് ആ അവസ്ഥ മനസ്സിലാവുള്ളൂ. അയ്യോ എന്റെ അമ്മേ, എന്നെ രക്ഷിക്കണേ. ഈ ഇവളുമാരെല്ലാരും ചേർന്ന് എന്നെ തള്ളിയിട്ടേ. അയ്യോ മമ്മി, ഓടിവായ മമ്മി, എന്നെ രക്ഷിക്കണേ. ആ അത് നന്നായി അപ്പൂസേ, അത് തന്നെ വേണം അവൾക്ക്. അവിടെ കിടക്ക് കുറച്ചു നേരം വെള്ളത്തില്. ഞങ്ങൾ മിന്നുട്ടിയോട് ചെയ്തതിന് നിനക്ക് ഇത് തന്നെയാ തിരിച്ചുള്ള പണി. അയ്യോ ഞാനിത് മുങ്ങി പോകുന്നേ, അയ്യോ എന്നെ രക്ഷിക്കണേ. അയ്യോ മമ്മി, ഓടിവായോ ഓടിവായോ, ഇവളുമാർ എന്നെ ഇപ്പൊ കൊല്ലും. ഞങ്ങൾ നിന്നെ കൊല്ലാനൊന്നും പോകുന്നില്ല. നിന്റെ കയ്യിലിരിപ്പിന് നിനക്ക് കുറച്ചു നേരം ഇത് ആവശ്യമാണ്. അയ്യോ ഞാൻ ക്ഷമ ചോദിക്കുന്നു, ഞാൻ തന്നെ അവളെ തള്ളിയിട്ടത്. എന്നെ ഒന്ന് രക്ഷിക്കൂ പ്ലീസ്. ആ അങ്ങനെ വൈക്കുവാ, ഇപ്പൊ സത്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. എനിക്കറിയാം നീ തന്നെ തള്ളിയിട്ടെന്ന്. നീ നോണുണ്ടാക്കി പറയല്ലേ. അയ്യോ ഞാൻ ക്ഷമ ചോദിക്കുന്നു, ഞാൻ തന്നെ തള്ളിയിട്ടത്. എന്നെ ഒന്ന് രക്ഷിക്കൂ പ്ലീസ്. എല്ലാരും ചേർന്നൊന്ന് രക്ഷിക്കൂ പ്ലീസ്. ഞാനിങ്ങനെ ആവർത്തിക്കില്ല, പ്ലീസ് എന്നെ ഒന്ന് രക്ഷിക്കൂ. അപ്പൂസേ നീ അവളെ പൊക്കിയെടുത്ത് കൊണ്ടേ. അവൾക്ക് ഏതായാലും ഇപ്പൊ നല്ലോണം ഒന്ന് പഠിച്ചിട്ടുണ്ടാകും. ഇനി അവൾ ഈ പരിപാടിക്ക് നിൽക്കില്ല. ആ എനിക്കിട്ട് പണിതീന് അവൾക്കിട്ട് ഡബിൾ കിട്ടി. എനിക്കിപ്പോ സന്തോഷായി. ദാ എന്റെ കൈമ പിടിച്ചിട്ട് കയറി വാ. ഇപ്പൊ നിനക്ക് മനസ്സിലായോ വെള്ളത്തിൽ കിടക്കേണ്ട വേദന? അയ്യോ മനസ്സിലായി. ഇനി ഞാൻ ഇതിനൊന്നും നിൽക്കില്ല, ഞാൻ പോയിക്കോളാം. മിന്നുട്ടി സോറി മിന്നുട്ടി, ഇനി ഞാൻ ഇങ്ങനെ ചെയ്യില്ല. ഞാൻ പോവാ, ഞാൻ പോയിക്കോളാം. അങ്ങനെ വൈക്കുവാ. ഞങ്ങളോട് കളിച്ചാൽ അത്ര നല്ലതിനാവില്ല. അയ്യോ എന്റെ അമ്മേ, എനിക്ക് വയ്യേ, ഞാൻ പോവാണേ. അവൾക്ക് കണക്കിന് കിട്ടി. ഇനി അവൾ ഈ പരിസരത്തേക്ക് വരില്ല. അത് ശരിയാ നീ പറഞ്ഞത്. ചേച്ചി എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞാൻ അനുഭവിച്ച വേദന അവളും അനുഭവിച്ചല്ലോ. ഇനി ഒരാളെ അവള് വെള്ളത്തിലേക്ക് തള്ളിവിടില്ല.